മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൻ്റെ 9th പാർട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണത്. റിലേറ്റീവ് വെലോസിറ്റി, അതായത് റിലേറ്റീവ് വെലോസിറ്റി ഇൻ 1 ഡയമെൻഷൻ എന്ന് വേണേൽ പറയാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന പോർഷൻ്റെ അകത്ത് ഒരു റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന പോർഷനിൽ റിലേറ്റീവ് വെലോസിറ്റി പഠിക്കാനുണ്ട്. ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷനാണ്. ഇപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഇൻ 1 ഡയമെൻഷൻ. 1 ഡയമെൻഷനിലാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോബ്ലം കണ്ടിട്ട് കാണും. റെയിൻ, ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ബൈസിക്കിളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുടയും ചൂടി പോകുന്നു. അങ്ങനെയാകുമ്പോൾ ഉള്ള റിലേറ്റീവ് വെലോസിറ്റി, അതിൻ്റെ സ്പീഡ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ് കഥകൾ പോലെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് 2 ഡയമെൻഷൻ്റെ അകത്ത് വരുന്നത്. ഇവിടെ അതല്ല. നമ്മൾ ഒരു എന്താ പറയുക, പോലീസ് ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടുകയാണ്. പുറകെ ഓടുമ്പം എവിടെ വെച്ചാണ് ഏത് ടൈമിൽ പോലീസ് കള്ളനെ പിടിക്കും, അല്ലെങ്കിൽ എത്ര ടൈമിനുള്ളിൽ ഈ കള്ളനെ പോലീസ് പിടിക്കും, എത്ര ടൈമും പൊസിഷനും കണ്ടുപിടിക്കും. അതൊക്കെ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വരുന്നതാണ് റിലേറ്റീവ് വെലോസിറ്റി ഇൻ 1D എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് ആദ്യം നമുക്ക് പഠിക്കണം. ഫോർമുല വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. VAB = VA minus VB, VBA = VB minus VA. ഇത്രയേ ഉള്ളൂ റിലേഷൻ. പക്ഷേ പക്ഷേ എന്നാലും പ്രോബ്ലം കാണുമ്പം എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷനാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഈ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മോഷൻ ആൻഡ് റെസ്റ്റ്. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം വിശ്രമം. മോഷൻ ആൻഡ് ചലിക്കാതിരിക്കുന്ന അവസ്ഥ, അതാണ് റെസ്റ്റ്. മോഷൻ ആൻഡ് റെസ്റ്റ് ആർ റിലേറ്റീവ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കേൾക്കുന്നതും വായിക്കുന്നതുമായ ഒരു സെൻറ്റൻസ് ആണ് മോഷൻ ആൻഡ് റെസ്റ്റ് ആർ റിലേറ്റീവ് ടേംസ് എന്ന്. ഈ മോഷൻ ആൻഡ് റെസ്റ്റ് ആർ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതാണ്. ഇപ്പം നമ്മൾ ട്രെയിനിൽ പാസ് ചെയ്യുകയാണ്. സപ്പോസ് ഒരു ട്രെയിൻ. ഈ ട്രെയിനിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവർ രണ്ടുപേരും ട്രെയിനിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഇപ്പം എ വിത്ത് റെസ്പെക്ട് ടു ബി, ബിയെ നോക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ ട്രെയിൻ 10 m/s മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഈ എയും ബിയും അടുത്തടുത്തിരിക്കുന്ന രണ്ടാൾക്കാരാണ്. ഈ എ ബിയെ നോക്കുമ്പോൾ ബി എന്താണ്, സ്റ്റേഷനറിയാണ്. അതേപോലെ തന്നെ ബി എയെ നോക്കുമ്പോഴും സ്റ്റേഷനറിയാണ്. പക്ഷേ ട്രെയിൻ എത്ര m/s 10 m/s മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വെലോസിറ്റി ഉണ്ടോ ഇല്ലയോ, അതിനെക്കുറിച്ചാണ് നമ്മൾ റിലേറ്റിവിറ്റിയിൽ പറയുന്നത്. നേരെ മറിച്ച് ഇവിടെ ഒരു ഒബ്സർവർ നിൽക്കുകയാണ്. ഇവിടെ ഒരു ഒബ്സർവർ നിന്ന് ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ എയും മൂവ് ചെയ്യുന്നുണ്ട്, ബിയും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ആയിട്ടുള്ളത് മോഷനും റെസ്റ്റും റിലേറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. റിലേറ്റീവ് ആയിട്ടുള്ളത് വെലോസിറ്റി റിലേറ്റീവ് ആണ്, അതുപോലെ ആക്സിലറേഷൻ റിലേറ്റീവ് ആണ്, പിന്നെ മോഷനും റിലേറ്റീവ് ആണ്. വെലോസിറ്റി, ആക്സിലറേഷൻ, മോഷൻ എല്ലാം റിലേറ്റീവ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഒന്നും റിലേറ്റീവ് അല്ല. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഒന്നും റിലേറ്റീവ് അല്ല. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഒബ്സർവർ നിൽക്കുന്ന ആ പൊസിഷൻ, ഈ ഒബ്സർവർ, ഇതിനെയാണ് നമ്മൾ ഒബ്സർവർ. വെളിയിൽ നിന്ന് ഈ രണ്ടുപേരെയും ഒബ്സർവ് ചെയ്യുന്ന, ഈ ട്രെയിനെയും ഈ രണ്ട് വ്യക്തികളെയും ഒബ്സർവ് ചെയ്യുന്നയാളാണ് ഒബ്സർവർ. ഈ ഒബ്സർവർ നിൽക്കുന്ന സ്ഥലമാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിന്. ഇനി എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയാം. വെലോസിറ്റി നോക്കാം. ഈ റിലേറ്റീവ്, ഇപ്പം ഞാൻ 2 വ്യക്തികളുടെ കാര്യം പറഞ്ഞു, എയും ബിയും. അത് 10 m/s ട്രെയിനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാളിനെയാണ് നമ്മൾ ഒബ്സർവർ എന്ന് പറയുക. ഒബ്സർവർ നോക്കുമ്പം എയും ബിയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എ ബിയെ നോക്കുമ്പം ബി മൂവ് ചെയ്യുന്നില്ല, ബി എയെ നോക്കുമ്പോഴും എ മൂവ് ചെയ്യുന്നില്ല, ആണല്ലോ.
അപ്പം റിലേറ്റീവ് വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ടുപേരെ വെച്ച് നോക്കുമ്പോൾ രണ്ട് എ ബി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ വി എ ബി, ദാറ്റ് ഈസ് വി എ ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു velocity of A with respect to B, that is VAB. ഇനി VBA എന്ന് പറഞ്ഞാൽ അതിനർത്ഥം velocity of B with respect to A. ഇങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം ഇതാണ്. VAB എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, VBA എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ബി. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി വി എ ബി എന്നുള്ളത് റിലേഷൻ ഇതാണ്. വി എ ബി ഈസ് ഈക്വൽ ടു വി എ വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. ദെൻ അതേപോലെ വി ബി എ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. ദിസ് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി. മനസ്സിലായല്ലോ. ഇനി ഒരു എക്സാമ്പിൾ പറയാം, അപ്പം കുറച്ചും കൂടെ മനസ്സിലാവും. സപ്പോസ് ഒരു ട്രോളി, ഒരു ചക്രമൊക്കെയുള്ള ഒരു ട്രോളി. ഈ ട്രോളിയിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ. അയാൾ മോഷനിലാണ്, അയാൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മീറ്റർ പെർ സെക്കൻഡിലാണെന്ന് ചോദിച്ചാൽ ഇയാൾ ചലിക്കുന്നത്, ഈ ട്രോളി മൂവ് ചെയ്യുന്നുണ്ട്, അത് 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ഒബ്സർവർ നോക്കുകയാണ്. ദിസ് ഈസ് ദ ഒബ്സർവർ. ഈ ഒബ്സർവർ ആണ് പി. ഇയാൾ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എത്രയാണെന്നും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എയും കണ്ടുപിടിക്കണം. ആണല്ലോ. എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഒബ്സർവർ നോക്കുമ്പം എ മൂവ് ചെയ്യുന്നുണ്ട്. എന്താണ്? ട്രോളി മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തന്നെ ഇങ്ങനെയൊരു ട്രോളി, ഈ ട്രോളിയിൽ എ ഇവിടെ നിൽക്കുകയാണ്, ബി ഈ ട്രോളിയെ തന്നെ വന്നിരിക്കുകയാണ്, ഈ ഒബ്സർവർ ഇവിടെ കയറി നിൽക്കുകയാണ്, എയും ബിയും. ഇത് മൂവ് ചെയ്യുന്ന സ്പീഡാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും ബി എ ബി കണ്ടുപിടിക്കണം. റൈറ്റ്. എങ്ങനെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാം? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, എങ്ങനെയാണെന്ന് ഞാൻ ഐഡിയ മനസ്സിലായല്ലോ. ഐഡിയ ഇതാണ്. എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, എ എന്ന് പറയുന്ന ഒരാൾ ഈ ട്രോളിയിൽ നിൽക്കുകയാണ്. ഈ ട്രോളി 10 മീറ്റർ പെർ സെക്കൻഡിൽ മുമ്പോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഡയറക്ഷനിൽ. അതേപോലെ വെളിയിൽ നിന്ന് ഒരു ഒബ്സർവർ നോക്കുന്നുണ്ട്. ദാറ്റ് ഒബ്സർവർ ഈസ് ബി. ഈ ഒബ്സർവർ, അടുത്ത സിറ്റുവേഷൻ ഇതാണ്. ഈ ഒബ്സർവർ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ഒബ്സർവർ ഇവിടെ നിൽക്കുകയാണ്, ഈ ട്രോളിയെ നിൽക്കുകയാണ്. എയും ബിയും അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇതിന് ഈ ട്രോളി മൂവ് ചെയ്യുന്ന സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. രണ്ട് സിറ്റുവേഷനിലും കണ്ടുപിടിക്കണം. ആദ്യത്തെ സിറ്റുവേഷനിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി എ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി. സിമ്പിളാണ്, ഇക്വേഷൻ സിമ്പിളാണ്. വി എ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി. വാട്ട് ഈസ് വി എ? വി എ ഈസ് ഏതാണ്? ഈ 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഒബ്സർവർ എവിടെയാണ് നിൽക്കുന്നത്? ഒബ്സർവർ ഇവിടെയാണ് നിൽക്കുന്നത്. ആണല്ലോ. ഒബ്സർവർ വെളിയിൽ നിന്ന് നോക്കുമ്പം എയുടെ മൂവ്മെന്റ് എത്രയാണ്? എ 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ദെർഫോർ വി എ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി? ബി റെസ്റ്റിലാണ്, ഒബ്സർവർ ആയിട്ട് ഇവിടെ വെറുതെ നിൽക്കുകയാണ്. ദാറ്റ് ഈസ് 0 മീറ്റർ പെർ സെക്കൻഡ്. ദെർഫോർ വി എ ബി ഈക്വൽ ടു 10 meter per second. This is the relative velocity here. ഈ സിറ്റുവേഷനിൽ റിലേറ്റീവ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും ഈ സിറ്റുവേഷനിൽ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുകയാണ്. വി എ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി.
റൈറ്റ്. ഈ വി എ എന്ന് പറയുന്നത് ഇത് വെലോസിറ്റി ഓഫ് എ, ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി. അപ്പം വി എ എന്ന് പറയുന്നത് എത്രയാണ്? 10. ബിയും 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 meter per second. This is the relative velocity of A with respect to B. അതിനർത്ഥം എന്താണ്? എയും ബിയും 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ഒരവസ്ഥയിലാകുമ്പോൾ ഈ ട്രോളി 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുമ്പോൾ എയും ബിയും റെസ്റ്റിലാണെന്ന് അവർക്ക് തോന്നും. എ ബിയെ നോക്കുമ്പോഴും ബി എയെ നോക്കുമ്പോഴും അവർ 0 മീറ്റർ പെർ സെക്കൻഡിലാണ് അവരുടെ വെലോസിറ്റി. അതുകൊണ്ട് അവർ റെസ്റ്റിലിരിക്കുന്ന പോലെ അവർക്ക് തോന്നും. പക്ഷേ ട്രോളി മൂവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഒബ്സർവർ വെളിയിൽ നിൽക്കുകയാണ്. ഒബ്സർവർ റെസ്റ്റ് നിൽക്കുമ്പം ഈ ട്രോളി മൂവ് ചെയ്യുന്നതുകൊണ്ട് എയും മൂവ് ചെയ്യുന്ന പോലെ തോന്നും, ആണല്ലോ. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ എത്ര വരും? എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇൻ കേസ് ഈ ട്രോളി മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതേ ഡയറക്ഷന്. ഇവിടെ എ എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ആക്സിലറേഷൻ വി എ ബി ഈക്വൽ ടു എ എ മൈനസ് എ ബി. That is equal to A is എത്രയാണ്? 1. AB is 0. That is equal to 1 meter per second square. In case ഇവിടെ എങ്ങനെയാണ്? സെക്കൻഡ് കേസിൽ എ ബി is equal to A minus A B. ഇവിടെ എത്രയാണ്? 1 meter per second. രണ്ടും 1 meter per second. That is 1 minus 1. That is equal to 0 meter per second square. This is A B. ഇനി അടുത്ത ഇതുപോലത്തെ തന്നെ ഒരു പ്രോബ്ലത്തിലേക്ക് ഞാൻ പോവുകയാണ്. റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്നുള്ള പോയിന്റ് പറഞ്ഞു. അടുത്തത് ഒരു പ്രോബ്ലം. രണ്ടോന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. 2 ട്രെയിൻസ്, 2 ട്രെയിൻസ് മൂവിങ് വിത്ത് സ്പീഡ്സ് 2 trains 10 meter per second and 20 meter per second. This is 10 meter per second and 20 meter per second in same direction. What is the relative velocity? ഇത് 2 trains A and B എന്ന് പറയും. 2 trains A and B moving with the speed 10 meter per second and 20 meter per second in same direction. What is VAB? എങ്ങനെ കണ്ടുപിടിക്കാം? 2 ട്രെയിൻ, 2 trains A and B moving with the speed. ഇപ്പം 2 ട്രെയിൻ, ഒരു ട്രെയിൻ ഇതാണ്. Second train is this. This train A, this is B. This is moving with the speed. This is moving with the speed 10 meter per second. This is moving with the speed 20 meter per second. Then what is the relative velocity of AB and what is VAB? VAB equal to VA minus VB. ഇത് സിമ്പിളാണ്. വി എ എന്ന് പറയുന്നതിലാണ് വെലോസിറ്റി ഓഫ് എ 10 മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ബി എ? ബി എ ഈക്വൽ ടു വി ബി മൈനസ് വി എ. റൈറ്റ്. വി ബി എന്ന് പറയുന്നത് 20 മൈനസ് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒന്ന് 10 മീറ്റർ പെർ സെക്കൻഡിലും ഒന്ന് 20 മീറ്റർ പെർ സെക്കൻഡിലും. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. സിമ്പിളാണ്. ആദ്യം നമ്മൾ പഠിച്ച അതേ സിമ്പിൾ റിലേഷൻ. ഇനി അടുത്ത പാർട്ട്, അടുത്തതിലേക്ക് പോവാണ്. സപ്പോസ് 2 trains in opposite direction. 2 second. അടുത്ത കേസ്
2 trains in opposite direction. ഞാൻ ട്രെയിൻ എന്ന് എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ട്രെയിൻ ആയിരിക്കണമെന്നില്ല, 2 പേഴ്സൺസ് ആവാം, എ ആൻഡ് ബി എന്ന് പറയുന്ന പൊസിഷൻ ആവാം, 2 ബേർഡുകളാകാം, ക്വസ്റ്റ്യന് എന്ത് വേണേ ആകാം. ഞാൻ ട്രെയിൻ എന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. 2 trains in opposite direction. അല്ലെങ്കിൽ 2 പേഴ്സൺസ്, 2 വ്യക്തികൾ എ ആൻഡ് ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. അല്ലെ 2 പേരുടെ പേരായിരിക്കും പറയുന്നത്, രാമു ആൻഡ് കവിത, എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. 2 trains in opposite direction. 2 എണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എങ്ങനെയാണെന്ന്. സപ്പോസ് ദിസ് ഈസ് 1 train, ദിസ് ഈസ് അനദർ ട്രെയിൻ. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. This train is moving with 10 meter per second. This train is moving this direction with speed 30 meter per second. What is the relative velocity of VAB and VBA? Find VAB and VBA. എങ്ങനെ കണ്ടുപിടിക്കാം? VAB equal to VA minus VB. Right. VA എന്ന് പറയുന്നത് ഏതാണ്? VA, that is 30. VA minus VB, that is 30. 30 ഏത് ഡയറക്ഷനിലാണ്? 30 ഈസ് ഈ ഡയറക്ഷനിലാണ്, ഒരേ ഡയറക്ഷനല്ല. ഇത് ആദ്യത്തേതെന്ന് പറയുന്നത് ഇതേ ഡയറക്ഷൻ. എങ്ങനെയാകുമ്പം ഇതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് minus 30 മൈനസ് ഓഫ് BB എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷൻ, ഒരു ഡയറക്ഷൻ, ദാറ്റ് ഈസ് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു -40 മീറ്റർ പെർ സെക്കൻഡ്. അതേപോലെ തന്നെ VBA കണ്ടുപിടിച്ചാൽ VBA ഈക്വൽ ടു VB മൈനസ് VA. What is the velocity of B? 10. 10 minus, then minus of ഇതിൻ്റെ direction, opposite direction, that is minus of 30 meter per second. That is equal to 10 plus 30, 40 meter per second. This is the answer. അതായത് ആദ്യം ഫിഗർ കാണിച്ചേക്കുന്നത് നമ്മൾ ഇതേ ഡയറക്ഷൻ, വലത്തോട്ടുള്ളത് പോസിറ്റീവായിട്ട് എടുത്താൽ ഇടത്തോട്ടുള്ളത് എങ്ങനെ എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. അതായത് റൈറ്റിലേക്ക് പോസിറ്റീവ് എടുത്താൽ ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുക്കണം, അപ്പിലേക്ക് പോസിറ്റീവ് എടുത്താൽ ഡൗണിലേക്ക് നെഗറ്റീവ് എടുക്കണം. അത്രയേ ഉള്ളൂ. 2 trains. അപ്പം 2 കാര്യങ്ങൾ പഠിച്ചു. 2 ട്രെയിൻ അല്ലെ 2 പേഴ്സൺ അല്ലെങ്കിൽ എ ആൻഡ് ബി, ഇത് 2 പൊസിഷൻസ്, ഇതെല്ലാം സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന വെലോസിറ്റിയിൽ സൈനിന് ചേഞ്ച് ഒന്നും വരണ്ട. 2 ട്രെയിനിലെ എന്താണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും വലത്തേക്കുള്ളത് പോസിറ്റീവും ഇടത്തേക്കുള്ളത് നെഗറ്റീവുമായിട്ട് എടുക്കുക. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി അടുത്തത് ഈ 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ഇച്ചിരിയും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു ട്രോളി. ഇതൊരു ട്രോളിയാണ്. ഈ ട്രോളിയിൽ ഒരു പേഴ്സൺ ഉണ്ട്, ദിസ് ഈസ് ദ പേഴ്സൺ. ആ പേഴ്സൻ്റെ പേരാണ് എ. ഈ ട്രോളി മൂവ് ചെയ്യുന്ന സ്പീഡാണ് 10 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു എവിടെയാണ്? വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടിൽ കൂടെ 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യാണ്. ഇതെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. ഇയാൾ ഈ ട്രോളിയെ നിന്നിട്ട് ഇതേ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രോളിയെ നിന്ന് അയാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്പീഡാണ് 2 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ട്രോളി. ദിസ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ദെൻ ഇവിടെ നിന്ന് ഒരു ഒബ്സർവർ നോക്കുകയാണ്. ഈ ഒബ്സർവറിന് ആണ് ബി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി? വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് velocity of A with respect to B? നമുക്ക് എയും ബിക്ക് വരെ പി എന്നങ്ങ് കൊടുക്കാം. പേഴ്സൺ പി, ഒബ്സർവറാണ് പേഴ്സൺ. ഞാൻ വെറുതെ പി എന്നങ്ങ് കൊടുത്തതേ ഉള്ളൂ.
ഐഡിയ മനസ്സിലായല്ലോ? ഇതൊരു ട്രോളിയാണ്. ഈ ട്രോളി 10 മീറ്റർ പെർ സെക്കൻഡിൽ മുമ്പോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ ഒരു പേഴ്സൺ ഉണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് എ. അയാൾ ഇതിൻ്റെ മുകളിൽ നിന്ന് 2 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര ഐഡിയ മനസ്സിലായല്ലോ? ഇതിനെ വെളിയിൽ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യാണ്. ദാറ്റ് ഒബ്സർവർ ഈസ് പി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി? ഇയാൾ നോക്കുമ്പം ഇയാളുടെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? ഇയാളാണ് ഒബ്സർവ് ചെയ്യുന്ന ആൾ. എങ്ങനെ കണ്ടുപിടിക്കാം? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി പി ആണല്ലോ. ഈ വി എ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി എ പി ഈക്വൽ ടു വി എ മൈനസ് വി പി. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ട്രെയിൻ ആണെങ്കിലും 2 പേഴ്സൺ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ്റെ കാര്യവും സെയിം ഡയറക്ഷൻ്റെ കാര്യവും പറഞ്ഞു. ഇതെല്ലാം ഗ്രൗണ്ടിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഗ്രൗണ്ടിലുള്ള ട്രെയിൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന പേഴ്സൺ എ എന്ന് പറയുന്ന പേഴ്സൺ ഗ്രൗണ്ടിലല്ല നിൽക്കുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? ട്രോളിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ ട്രോളിയിൽ നിൽക്കുന്ന ട്രോളി 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വി എ പി എന്നുള്ളത് ആദ്യം ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് വി എ പി ആണ്. അതായത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി. ദെൻ വി എ ജി മൈനസ് വി പി ജി കണ്ടെത്തണം. റൈറ്റ്. ദെൻ വി എ പി ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി. ദെൻ വി എ ജി വി എ പി ഈക്വൽ ടു വി എ ജി മൈനസ് എ ജി എത്രയാണെന്ന് നമുക്കറിയത്തില്ല. എ ജി മൈനസ് വി പി ജി. വെലോസിറ്റി ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇവിടെ എത്രയാണ് വെലോസിറ്റി? ഇയാൾ സ്റ്റേഷനറിയാണ്. ദറ്റ് ഈസ് 0 ആണല്ലോ. ഇനി നമുക്ക് വി എ ജി കണ്ടെത്തിയാലേ വി എ പി കണ്ടെത്താൻ പറ്റുള്ളൂ. വി എ ജി കണ്ടെത്താൻ വി എ ജി ഈസ് ഈക്വൽ ടു വി എ ജി നമുക്ക് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? വി എ ജി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ ട്രോളിയുടെ വെലോസിറ്റിയും ഈ എ എന്ന് പറയുന്ന വ്യക്തിയുടെ വെലോസിറ്റിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റീസ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ഇയാളുടെ ഗ്രൗണ്ടിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഓഫ് എ വിത്ത് ടി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ ജി മൈനസ് വി ടി ജി ആണല്ലോ. ദെർഫോർ വി എ ടി ഈക്വൽ ടു വി എ ജി മൈനസ് വി ടി ജി. വി എ ടി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. 2 ഈക്വൽ ടു ദെൻ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് നമുക്കറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. വി എ ജി. അടുത്തത് വെലോസിറ്റി ഓഫ് ട്രോളി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ദറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ദെർഫോർ വി എ ജി ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ്. വി എ ജി നമുക്ക് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടതാണ് വി എ പി, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി. വി എ പി ഈക്വൽ ടു വി എ ജി ഈസ് 12 മൈനസ് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദ ആൻസർ. മനസ്സിലായല്ലോ? ഒന്നോടെ വേണമെങ്കിൽ പറയാം. ഒരു ട്രോളി, ആ ട്രോളി മൂവ് ചെയ്യുന്ന സ്പീഡാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ഈ എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഈ ട്രോളിയുടെ മുകളിലുണ്ട്. ആ ട്രോളി മൂവ് ചെയ്യുന്ന 10 മീറ്റർ പെർ സെക്കൻഡിലും ആ ട്രോളിയുടെ മുകളിൽ നിന്ന് ഇയാൾ 2 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അതിന് മുകളിൽ നിന്ന്. അങ്ങനെയാകുമ്പം പുറമേ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് പി. അയാൾ എക്ക് എത്രമാത്രം റിലേറ്റീവ് വെലോസിറ്റി ഇയാൾക്ക് കാണാൻ പറ്റുമെന്നാണ് ചോദ്യം. എത്രമാത്രം ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് ഈ എ മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണെന്നാണ് സിംപിളി ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി വേണം. അപ്പം റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി, ദാറ്റ് ഈസ് വി എ പി ഈക്വൽ ടു വി എ മൈനസ് വി പി. സിമ്പിൾ റിലേഷൻ. നമ്മൾ എപ്പോഴും റിലേഷൻ കണ്ടുപിടിക്കേണ്ടത് ഗ്രൗണ്ട് ലെവലിൽ എത്രമാത്രം സ്പീഡ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് വി എ പി ഈക്വൽ ടു വി എ ജി മൈനസ് വി
പി ജി, അതായത് ഞാൻ ജി താഴേക്ക് ഇട്ടെന്നേ ഉള്ളൂ, ഗ്രൗണ്ട് ലെവലിൽ എത്രയാണെന്ന് കണ്ടുപിടുത്താം. വി എ പി ആണ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത്. വി എ ജി, എ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്നത്, ഗ്രൗണ്ടിലല്ല ഇയാൾ നിൽക്കുന്നത്, ഇയാൾ ട്രോളിയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ട്രോളി ഓൾറെഡി 10 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം വി എ ജി നമുക്ക് അറിയത്തില്ല, അത് കണ്ടെത്തണം. പിന്നെ വി പി ജി, പി എന്ന് പറയുന്ന പേഴ്സൺ, അയാൾ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്, അയാൾ സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നത്, റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അയാളുടെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ്. വി എ പി ഈക്വൽ ടു നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് വി എ ജി കണ്ടെത്തണം. വി എ ജി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിലുള്ള എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം വെലോസിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കണം. അതിനുവേണ്ടി വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പം വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി എന്ന് പറയുന്നത് വി എ മൈനസ് വി ടി ആണല്ലോ. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ടി ഈക്വൽ ടു വി എ ജി മൈനസ് വി ടി ജി. ഇവിടെ ഗ്രൗണ്ട് ലെവലിലുള്ള വെലോസിറ്റീസ് ഇവിടെ എഴുതുന്നതേ ഉള്ളൂ. വി എ ടി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ട്രോളി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ക്വസ്റ്റ്യൻ്റെ അത് തന്നിട്ടുണ്ട്. ദെൻ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഈസ് വി എ ജി. അടുത്തത് വെലോസിറ്റി ഓഫ് ട്രോളി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്, ക്വസ്റ്റ്യൻ്റെ അത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് വി എ ജി കണ്ടെത്തുക 12 മീറ്റർ പെർ സെക്കൻഡ്. അത് ഈക്വേഷൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുക. അപ്പം ആൻസർ കിട്ടി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അത് ഇച്ചിരിയും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഒരു ട്രോളി, ഈ ട്രോളി മൂവ് ചെയ്യുന്ന സ്പീഡാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ ഒരു പേഴ്സൺ ഉണ്ട്, ദാറ്റ് ഈസ് എ. ഇയാൾ ഇതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ആ സ്പീഡാണ് 3 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ ഒരു കാറുണ്ട്. ഈ കാറിൽ ഒരു സപ്പോസ് പി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ട്, ദാറ്റ് ഈസ് പി. പി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ട്. ഈ കാറ് മൂവ് ചെയ്യുന്ന സ്പീഡാണ്, ഇതേ ഡയറക്ഷനിൽ കാറ് മൂവ് ചെയ്യുന്നു, അതിൻ്റെ സ്പീഡാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഈ കാറിൻ്റെ മുകളിൽ ഒരു മങ്കിയുണ്ട്, അതാണ് എം. ഈ മങ്കി മൂവ് ചെയ്യുന്ന സ്പീഡാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി ആൻഡ് വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഒരു ട്രോളി, ആ ട്രോളി മൂവ് ചെയ്യുന്ന സ്പീഡാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഈ ട്രോളിയിൽ ഒരു പേഴ്സൺ ഉണ്ട്, ആ പേഴ്സൺ ഇത് ഈ ട്രോളിയിൽ നിന്ന് അയാൾ മൂവ് ചെയ്യണം, അത് 3 മീറ്റർ പെർ സെക്കൻഡാണ്. അയാൾ നടക്കുന്നത് ഇതേ ഡയറക്ഷനിലാണ്, ഏത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നടക്കുന്നത്. ഇതിൽ ഒരു കാറാണ്, ആ കാറിൽ ഒരു മനുഷ്യനുണ്ട്, ദാറ്റ് ഈസ് പി. ഈ കാറ് 20 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നുണ്ട് ആണല്ലോ. ഇവിടെ മങ്കിയുണ്ട്, അതിൻ്റെ കാറിൻ്റെ മുകളിൽ ഒരു മങ്കിയുണ്ട്, ആ മങ്കി 2 മീറ്റർ പെർ സെക്കൻഡിൽ ഏത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി ആൻഡ് വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ? ഈ മങ്കിയും എയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? ഈ എയും ഈ പിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ഈ പിയും എയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, അത് മുമ്പത്തെ പോലെ തന്നെ. ഇതിന് മുമ്പിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ, അയാൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഈ പിയുടെ നമ്മൾ കണ്ടെത്തുകയാണ്. എങ്ങനെ കണ്ടെത്താം? വി എ പി ഈക്വൽ ടു വി എ മൈനസ് വി പി. ക്വസ്റ്റ്യൻ വലിയ ലെന്തിയാണെന്നേ ഉള്ളൂ, ആൻസർ സിമ്പിളാണ്. വി എ പി ഈക്വൽ ടു വി എ മൈനസ് വി പി. ഇതിനെ എങ്ങനെ എഴുതാം? വി എ ജി മൈനസ് വി പി ജി. ഇതിൽ വി എ പി ഈക്വൽ ടു വി എ ജി മൈനസ് വി എ പി വി പി ജി. വി എ ജി എന്ന് പറയുന്നത് ഏതാണ്? എയും ഗ്രൗണ്ടും തമ്മിലുള്ള, അത് നമുക്കറിയില്ല. വി പി ജി എന്ന് പറയുന്നത് എത്രയാണ്?
20 മീറ്റർ പെർ സെക്കൻഡ്. ഈ കാറ് മൂവ് ചെയ്യുന്ന, അതായത് ഈ പി എന്ന് പറയുന്ന ആൾ ഈ കാറിലാണ് ഇരിക്കുന്നത്. ഇതാണ് പി, വെളിയിലാണെന്ന് വിചാരിക്കരുത്. ഇതാണ് പി. ഇയാള് മൂവ് ചെയ്യുന്ന ഇത് പി. ഇതാണ് ഇയാൾ മൂവ് ചെയ്യുന്നത്, ഈ കാർ മൂവ് ചെയ്യുന്ന സ്പീഡാണ്. അതാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. VAG മൈനസ് 20. ഇനി നമുക്ക് കണ്ടെത്തേണ്ട എന്താണ്? VAG കണ്ടെത്തണം. അങ്ങനെ VAG കണ്ടെത്തിയാലേ നമുക്ക് ഈ VAP കണ്ടെത്താൻ പറ്റത്തുള്ളൂ. VAG കണ്ടെത്താൻ വേണ്ടി ഇയാള് ഈ എ എന്ന് പറയുന്ന പേഴ്സൺ ഗ്രൗണ്ടിലല്ല അല്ല നിൽക്കുന്നത്, പിന്നെ എവിടെയാണ്? വിത്ത് റെസ്പെക്ട് ടു ട്രോളിയാണ്. ആണല്ലോ. ഈ ട്രോളി എവിടെയാണ്? വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടാണ്. ആണല്ലോ. ഈ പി എന്ന് പറയുന്ന ഈ കാറിലിരിക്കുന്ന പേഴ്സണും വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടാണ്. റൈറ്റ്, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ദെൻ കാറിന് മുകളിലിരിക്കുന്ന ആള് ഇതെന്ന് പറയുന്നതാണ് വിത്ത് റെസ്പെക്ട് ടു കാർ. വിത്ത് റെസ്പെക്ട് ടു കാർ. ദെൻ വിത്ത് റെസ്പെക്ട് ടു കാർ എന്നുള്ളതിന് നമുക്ക് പി എന്ന് വേണമെങ്കിൽ എഴുതാം. വിത്ത് റെസ്പെക്ട് ടു കാർ. ദെൻ ഇനി കണ്ടെത്തേണ്ട എന്താണ്? എനിക്ക് VAG ആണ് കണ്ടെത്തുക. അതിനുവേണ്ടി VAT വിത്ത് റെസ്പെക്ട് ടു ട്രോളി കണ്ടുപിടിച്ചാൽ എനിക്ക് AG കണ്ടെത്താം. VAT ഈക്വൽ ടു VA മൈനസ് VT. ഈ എയുടെ കൂടെ ഞാൻ G ആഡ് ചെയ്യുകയാണ്. AG മൈനസ് VTG. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആക്കാൻ വേണ്ടി G ഇട്ട്. VAG എന്ന് പറയുന്നത് എത്രയാണ്? വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അതാണ് കണ്ടെത്തേണ്ടത്. VAT വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ട്രോളി, ദാറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. അത് ഏത് ഡയറക്ഷനിലാണ്? ഇടത്തേക്കാണ്. ഇടത്ത് മീൻസ് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ എന്താണ്? മൈനസ് 3 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു VAG മൈനസ് VTG. TG എന്ന് പറയുന്നത് എന്താണ്? ട്രോളി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അത് റൈറ്റ് സൈഡിലേക്കാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ്. 10 മീറ്റർ പെർ സെക്കൻഡ്. ദെയർഫോർ VAG ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മീറ്റർ പെർ സെക്കൻഡ്. VAG കിട്ടി. അങ്ങനെയാകുമ്പോൾ ഇനി VAP കാണാമല്ലോ. VAP ഈക്വൽ ടു VAG 7 മൈനസ് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 13 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദ ആൻസർ. VAP കണ്ടെത്തി. ഇനി കണ്ടെത്തേണ്ടത് എന്താണ്? VMA മങ്കി വിത്ത് റെസ്പെക്ട് ടു എ. എങ്ങനെ കണ്ടെത്താം? VMA ഈക്വൽ ടു VM മൈനസ് VA. റൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു VMG മൈനസ് VAG. വാട്ട് ഈസ് VMG? VMG നമുക്കറിയത്തില്ല. M വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കണ്ടെത്തണം. അതായത് M എവിടെയാണ് ഇരിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു കാറിലാണ്. കാറിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ എന്ന് പറയുന്ന ആള് ട്രോളിയുടെ മുകളിലാണ്. അപ്പം VAT കണ്ടുപിടിച്ചു. അതുപോലെ VMP കണ്ടുപിടിക്കണം. ഇതേ പ്രൊസീജിയർ തന്നെ ഇതിലും ഞാൻ അപ്ലൈ ചെയ്യും. അപ്പം VMP എന്ന് പറയുന്നത് എത്രയാണ്? VMP ഈക്വൽ ടു VM മൈനസ് VP, ദാറ്റ് ഈസ് ഈക്വൽ ടു VMG മൈനസ് VPG. VMG എന്ന് പറയുന്നത് എത്രയാണ്? മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അറിയത്തില്ല. VMP എമ്മും പിയും തമ്മിൽ ഉള്ള വിത്ത് റെസ്പെക്ട് ടു പി ആകുമ്പം എം എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്? 2 മീറ്റർ പെർ സെക്കൻഡിൽ. അത് റൈറ്റിലേക്കാണ്. ദെയർഫോർ പോസിറ്റീവ് 2 മീറ്റർ പെർ സെക്കൻഡ്. VMG നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. VPG അതെത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ കാറിലിരിക്കുന്ന ആൾ അല്ലെ കാറ് എത്ര മീറ്റർ പെർ സെക്കൻഡിലാണ്? 20 മീറ്റർ പെർ സെക്കൻഡിൽ വിത്ത് റെസ്പെക്ട് ടു കാറാണ്. 20 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ VMG ഈക്വൽ ടു എത്ര വരും? VMG ഈക്വൽ ടു 2 പ്ലസ് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 22 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പം VMG കിട്ടി. VAG നമ്മൾ ഓൾറെഡി അതിന് മുമ്പിലത്തെ പാർട്ടിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ VMA എനിക്ക് കണ്ടെത്താമല്ലോ. VMA ഈക്വൽ ടു VMG മൈനസ് VAG. VMG എന്ന് പറയുന്നത് 22 മൈനസ് VAG ഈസ് 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 5 18, ദാറ്റ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് VMA. VAP എന്ന് പറയുന്നത് മൈനസ് 13 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദ
2 axes. VM. These are the 2 axes. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Suppose this is police. This is B. This is ചോർ, കള്ളൻ, C. ഇവർ ഫസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആദ്യം പോലീസ് കള്ളനെ കാണുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് 100 മീറ്ററാണ്, ദൂരത്തിലാണ് ഈ പോലീസും ചോറും നിൽക്കുന്നത്. ദെൻ പോലീസ് ഈ കള്ളൻ്റെ പുറകെ ഓടുകയാണ്. ആ സ്പീഡ്, പോലീസ് ഓടുന്ന സ്പീഡാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. കള്ളൻ ഓടുന്ന സ്പീഡാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻ്റെ അത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പൊസിഷൻ വെയർ ദ ചോർ ഈസ് കോട്ട്. എവിടെ വെച്ചാണ് പോലീസ് കള്ളനെ പിടിക്കുന്നത്, അല്ലെ കള്ളൻ എവിടെ വെച്ചാണ് പിടിക്കപ്പെടുന്നത്? ഏത്, ഒന്നെങ്കിൽ ഡിസ്റ്റൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ടൈം ചോദിക്കാം. ചോദിക്കുന്നത് എങ്ങനെയാണ്? പോലീസ് 20 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യാണ് കള്ളൻ്റെ പുറകെ, കള്ളൻ 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യാണ്. ആദ്യം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ പോലീസും കള്ളനും എവിടെ വെച്ച് കൂട്ടിമുട്ടും? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ പോലീസും കള്ളനും കൂട്ടിമുട്ടാൻ വേണ്ടി എത്ര ടൈം എടുക്കും? എവിടെ വെച്ച് കൂട്ടിമുട്ടും? അല്ലെങ്കിൽ എത്ര ടൈം എവിടെ എടുക്കും? എത്ര ടൈം എടുക്കും ഈ ചോറിനെ പിടിക്കാൻ വേണ്ടി, കള്ളനെ പിടിക്കാൻ വേണ്ടി പോലീസിന് എത്ര ടൈം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഫൈൻഡ് ടൈം ആൻഡ് പൊസിഷൻ വെയർ ചോർ ഈസ് കോട്ട്. കള്ളനെ പിടിക്കാൻ വേണ്ടി ടൈമും പൊസിഷനും എത്രയാണ്? എവിടെ വെച്ച് പോലീസ് ഈ കള്ളനെ പിടിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് നമുക്കറിയാം ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ ആണെന്ന് പറഞ്ഞു, ആണല്ലോ. അങ്ങനെയാകുമ്പം ഇവർ രണ്ടുപേരും എവിടെയോ ഏതോ ഒരു ഡിസ്റ്റൻസിൽ എത്തിക്കഴിയുമ്പോൾ ചോറ് 10 മീറ്റർ പെർ സെക്കൻഡിലാണ്, പോലീസ് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇവർ ഏതോ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പം രണ്ടുപേരും ഒരുമിച്ചെത്തുമ്പോൾ പോലീസ് ചോറിനെ പിടിക്കും, ആണല്ലോ. നമുക്കറിയാം ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, v ഈക്വൽ ടു dtt. അങ്ങനെയാണെങ്കിൽ d ഈക്വൽ ടു v ഇൻറ്റു t ആണല്ലോ. അപ്പം പോലീസിനെ വെച്ച് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കണ്ടെത്തുന്ന ആ സമയം എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ദാറ്റ് ഈസ് 20 ഇൻറ്റു t. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് p. അതേപോലെ തന്നെ ഈ ചോറും ഇവർ രണ്ടുപേരും, ചോറും പോലീസും കൂടെ, കള്ളനും പോലീസിനും കൂടെ ഒരുമിച്ചെത്തുന്ന ആ സമയം, ആ ഡിസ്റ്റൻസ് എത്ര വരും? രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ആ സ്ഥലമാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള, ഈ ചോറും ഈ ഒരുമിച്ചെത്തുന്ന സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രമാത്രം വരും? dc ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അതായത് 10 ഇൻറ്റു ടൈം. അപ്പം dpയും dcയും നമുക്കറിയാം 10tയും 20tയും ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ടൈമും പൊസിഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ നോക്കാം. ദാറ്റ് ഈസ്, ഇതിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാമല്ലോ, ആണല്ലോ. അപ്പം 100m ഈക്വൽ ടു, അല്ലെ 100t, ഇതൊന്ന് ഇവിടം തൊട്ടാണ്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 20t. ഇതെന്ന് പറയുന്നതാണ് 100. അപ്പം 100 പ്ലസ് 10t, ഇങ്ങനെ എനിക്ക് എഴുതാമല്ലോ. 100 പ്ലസ് 10t ഈക്വൽ ടു 20t എന്ന് എഴുതാം. റൈറ്റ്. അങ്ങനെയാകുമ്പം എങ്ങനെ എഴുതാം? 100 മൈനസ് 10t ഈക്വൽ ടു 0. റൈറ്റ്. എങ്ങനെയാണ് അത് വന്നത്?
എങ്ങനെ വന്നത്? ഇതിനെങ്ങനെ എഴുതിയതാണ്? 100 + 10t - 20t = 0. That is 10t - 20t - 10t. Therefore, 10t is equal to 100. t is equal to 10 second. ടൈം 10 സെക്കൻഡ് കിട്ടി. ടൈം സെക്കൻഡ് കിട്ടിയെങ്കിൽ നമുക്ക് ഫൈൻഡ് ദ ടൈം ആൻഡ് പൊസിഷൻ. പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? 20 × t, that is 20 × 10, that is 200 meter. അപ്പം പൊസിഷൻ 200 meter ആണ്. ഇനി ഇവിടുത്തെ പൊസിഷൻ എങ്ങനെയാണ്? ഇവിടുത്തെ പൊസിഷൻ, ഈ ചോറിൻ്റെ കേസിലെ പൊസിഷൻ ഇതെന്ന് പറയുന്നത് 100 ആണ്. 100 + 10t, that is 100 + 10t, that is equal to 100 + 10 × 10, that is equal to 200 meter. അപ്പം ഡിസ്റ്റൻസ് പോലീസിന് ഇവിടെ എത്താൻ വേണ്ട ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 200 meter ആണ്. ഈ രണ്ടുപേരും ഒന്നിക്കുന്ന പോലീസ് കള്ളനെ പിടിക്കുന്നത് 200 meter ഡിസ്റ്റൻസിൽ എത്തിക്കഴിയുമ്പോഴാണ് കള്ളനെ പോലീസ് പിടിക്കുന്നത്. ടൈം എത്രയാണ്? ടൈം എന്ന് എത്ര വേണം? 10 സെക്കൻഡ് വേണം. ഇനി കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി, വാട്ട് ഈസ് ദ relative velocity of police with respect to chore. അതാണ് VPC. അതാണ് അതും കണ്ടെത്തണം. വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ പോലീസ് ആൻഡ് ചോർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ പോലീസ് ആൻഡ് ചോർ? എങ്ങനെയാണ്? VPC = VP - VC, that is equal to VPG - VCG. രണ്ടുപേരും എവിടെയാണ് നിൽക്കുന്നത്? ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. VPG എന്ന് പറയുന്നത് എത്രയാണ്? 20 meter/second - 10 meter/second. That is equal to what is the relative velocity between police and chore? That is 10 meter/second. അപ്പം ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ 3 ആൻസർ കണ്ടെത്തി. ടൈം 10 സെക്കൻഡിൽ നമ്മൾ രണ്ടുപേരും ഒന്നിക്കും എന്നുള്ളത് കണ്ടെത്തി. ദെൻ അടുത്തത് റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ പോലീസ് ആൻഡ് ചോർ എന്നുള്ളത് 10 meter/second ആണെന്ന് കണ്ടെത്തി. അടുത്തത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 meter ആണെന്ന് കണ്ടെത്തി.